പാതിരാത്രി ഒരു മൂന്നാം പരാതിയുമായി കിടന്നുറങ്ങുന്നിടത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചാൽ അത് 8 കോളം വാർത്ത സൃഷ്ടിക്കാമെന്നല്ലാതെ കോടതിയിൽ ഒന്നും നിലനിൽക്കില്ല. കോടതിക്ക് വേണ്ടത് തെളിവാണ്, അല്ലാതെ മിനിറ്റുകൾ വെച്ചിടുന്ന പരാതിക്കാരി എന്ന് പറയുന്നവരുടെ ഓഡിയോ പോരാ. സാക്ഷാൽ പരാതിക്കാരി തന്നെ വേണം. എന്നാൽ കാനഡയിൽ നിന്നും ഒരു പരാതി ഇമെയിൽ വഴി അയച്ചു എന്നല്ലാതെ പരാതിക്കാരിയുടെ ഒപ്പുപോലുമില്ല. കൃത്യമായി പറഞ്ഞാൽ പാതിരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊക്കിയ പോലീസിന് ഇപ്പോൾ വിനയാകുന്നത് അതിജീവിതയുടെ അസാന്നിധ്യമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെ കുടുക്കി ജയിലിലടച്ചെങ്കിലും കേസ് കോടതിയിലെത്തുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് അന്വേഷണ സംഘം. പരാതി നൽകിയ അതിജീവിത കാനഡയിലാണെന്നതും അറസ്റ്റ് കഴിഞ്ഞിട്ടും അവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്തതുമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം ഇപ്പോൾ പോലീസിന് തലവേദനയാവുകയാണ്. അതിജീവിത കാനഡയിൽ ഇരുന്നു കൊണ്ട് നൽകിയ ഇമെയിൽ പരാതിയുടെയും ഫോൺ മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മൊഴി രേഖപ്പെടുത്തി അതിൽ അതിജീവിത നേരിട്ട് ഒപ്പുവെക്കേണ്ടതുണ്ട്. അറസ്റ്റ് നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിക്കാരി വരാത്തതിനാൽ മൊഴിയിൽ ഒപ്പുവെപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് കോടതിയിൽ രാഹുലിന് അനുകൂലമാകുമെന്നും ചട്ടം ലംഘിച്ചുള്ള അറസ്റ്റ് എന്ന ആരോപണം ഉയരുമെന്നും പോലീസ് ഭയക്കുന്നു. സാധാരണഗതിയിൽ നേരിട്ടെത്തി മൊഴി നൽകേണ്ട സാഹചര്യത്തിൽ അതിജീവിത വിദേശത്താണെന്നത് വലിയ തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്താനും രേഖകളിൽ ഒപ്പുവെപ്പിക്കാനും അനുമതി തേടി പോലീസ് ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ത്യൻ എംബസി വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് SPG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നത്. ഇതിന് ഹൈക്കോടതി അനുമതി നൽകിയില്ലെങ്കിൽ രാഹുലിന് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുങ്ങും. മറ്റ് 2 കേസുകളിൽ രാഹുലിന് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല സംരക്ഷണമുണ്ടായിരുന്നു. ഇത് മറികടക്കാനാണ് മൂന്നാമതൊരു പരാതിയിൽ പോലീസ് ധൃതി പിടിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരാതിക്കാരി നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നടന്ന അറസ്റ്റ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് രാഹുലിന്റെ അഭിഭാഷകർ വാദിക്കുന്നത്. അറസ്റ്റിന് കാണിച്ച വേഗത അതിജീവിതയുടെ ഒപ്പുവാങ്ങുന്നതിലോ നടപടിക്രമം പാലിക്കുന്നതിലോ കാണിക്കാത്തതാണ് പോലീസിനെ കുരുക്കുന്നത്. രാഹുലിനെതിരെ നേരത്തെ 2 കേസുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ 2 കേസുകളിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകി. ഈ പ്രതിസന്ധി മറികടക്കാൻ പോലീസ് കണ്ടെത്തിയ വഴിയാണ് കാനഡയിലെ യുവതിയുടെ ഇമെയിൽ പരാതി എന്ന വാദം. പരാതിക്കാരിയായ യുവതി വർഷങ്ങളായി കാനഡയിലാണ്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ നാട്ടിലെത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ മടങ്ങിവരാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചതായാണ് വിവരം. പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമപ്രകാരം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ നേരിട്ട് ഒപ്പുവെക്കണം. ഡിജിറ്റൽ ഒപ്പുകൾ പലപ്പോഴും ഇത്തരം ക്രിമിനൽ കേസുകളിൽ വിചാരണ വേളയിൽ വെല്ലുവിളിക്കപ്പെടാം. മജിസ്ട്രേറ്റിന് മുൻപിൽ നേരിട്ട് ഹാജരായി നൽകുന്ന രഹസ്യമൊഴി കേസിൽ അതിപ്രധാനമാണ്. പരാതിക്കാരി വിദേശത്തായതിനാൽ അത് അസാധ്യമായി തുടരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പരാതിക്കാരിയുടെ വിശദമായ മൊഴി നേരിട്ട് രേഖപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫോൺ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നടന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് ബലം നൽകുന്നു.